ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വിക്രമിനെ ജോസഫ് അനിയൻകുട്ടനും കൂടിയിട്ട് ഇങ്ങനെ കളിയാക്കണ്ട കേട്ടോ. അപ്പോൾ ജോസഫ് പറയുന്നുണ്ട് അനിയൻകുട്ടനോട്, ഇവനെ കല്യാണത്തിന് സമ്മതം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ലടാ, എന്താ കാര്യം എന്നറിയോ, ഇവൻ വീണ്ടും കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇവൻ അവളോട് കാണിക്കണേ ഈ ബലം പെടുത്തണ്ടല്ലോ, അത് അവസാനിപ്പിക്കേണ്ടി വരും. പിന്നെ ഇവനൊരു പൂച്ചക്കുട്ടിയാവും. പിന്നെ ഇവൻ എന്താ ചെയ്യണം എന്നുള്ളത് വേദ തീരുമാനിക്കും. പിന്നെ ശ്രീനിവാസൻ സാറല്ല, ആര് വിചാരിച്ചാലും ഇവന് കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതല്ലേ സത്യം, ഇവൻ പിന്നെ കാറ്റ് പോയൊരു ബലൂണ് പോലെയാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിക്രമൻ ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് എനിക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജോസഫ് പറയേണ്ട അനിയൻകുട്ടൻ്റെ അടുത്ത്, നോക്കിക്കോ ഇത് വരെ നല്ലതിന് തന്നെയാവുള്ളൂ ഈ കല്യാണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ വർഷയുടെ അച്ഛനെ കാത്തു നിൽക്കണ വഴിക്കിൽ. അപ്പോൾ അച്ഛൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ വീട്ടിൽ വെച്ച് പറയാൻ പറ്റാത്തൊരു കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനറിയാലോ ഇപ്പോൾ വീട്ടിൽ കുറച്ച് നാളായിട്ട് നടക്കണ കാര്യങ്ങൾ, അത് നിങ്ങൾ ആദ്യം നോക്കാഞ്ഞിട്ടല്ലേ, പിന്നെ ഇപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അച്ഛൻ പറയേണ്ട, അവിടെ ഉണ്ട് ഒരുത്തൻ, അവനോട് ദർശൻ്റെ എത്ര പ്രാവശ്യം പറഞ്ഞതാ വേറൊരു കല്യാണത്തിന് സമ്മതിക്കാനായിട്ട്, അവന് പറ്റില്ല അത്ര, വേദന സ്ഥാനത്ത് വേറൊരാളെ ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ പറ്റില്ല എന്ന്. അത് അങ്ങനെ ഒരു മണ്ടൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നത്, ഞങ്ങൾക്കും അത് തന്നെയാണ് ആഗ്രഹം, വേദ അവൻ്റെ ഭാര്യയായിട്ട് വരണമെന്ന്. അതിന് മറ്റൊരു ജീവിതം തുടങ്ങിയിട്ടൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അത് നിനക്ക് എങ്ങനെ അറിയാം, നീ അവരുടെ വീട്ടിലാണോ താമസം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് ദർശനം ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് അങ്ങളെ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെന്നെ തിരിച്ചു കൊണ്ടുവരണം. എന്താപ്പം നീ ഉദ്ദേശിക്കണേ ചോദിക്കും. ഒരു ആക്സിഡൻറ്റ്, ആരും അറിയാണ്ട് ഒരു ആക്സിഡൻറ്റ്, അത് നടന്നേ പറ്റൂ, വേറെ വഴിയില്ല എന്ന് പറയും. അപ്പോൾ അച്ഛൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ദർശനം അറിയാൻ പാടില്ല, ദർശനം എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പോലീസിൽ വിളിച്ച് പറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അച്ഛനും അറിയണ്ട, അച്ഛൻ ആദ്യമൊക്കെ അങ്ങനെ ആഗ്രഹിച്ചിരുന്നെങ്കിലും കൂടിയിട്ട് കാശി യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ അച്ഛൻ്റെ റൂട്ട് വേറെയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്കിളിനെ വിളിച്ചത്, അങ്കിൾ എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ പിള്ളേരുണ്ട്, അങ്ങൾ കൂടെ ഉണ്ടായാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വർഷടാച്ചൻ പറയുന്നുണ്ട്, അങ്ങനെ ചങ്കുറപ്പുള്ള പിള്ളേരാണോ, പ്രശ്നമൊന്നും ആവരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇല്ല, പ്രശ്നമാവില്ല, എന്നാൽ പിന്നെ എല്ലാം പറഞ്ഞ് ഏർപ്പിച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവനവിടെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അവൾ തിരിച്ചു വരും, കുറച്ച് നാളത്തേക്ക് സങ്കടം വിഷമമൊക്കെ കാണുമായിരിക്കും, പിന്നെ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കും എന്ന് പറഞ്ഞിട്ട് അവർ പിരിയുന്നുണ്ട്. അപ്പോൾ ഈ സമയം നമ്മുടെ വിക്രം വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുമോൾ ഓടി വന്നിട്ട് ഒക്കെ തീറുണ്ട്. അപ്പോൾ വിക്രം വരുന്ന വഴിക്ക് പന്തൽ പണിക്കാർ വിക്രമിനോട് പറയുന്നുണ്ട്, ആദ്യത്തെ കല്യാണം ഞങ്ങൾ അറിയിച്ചില്ല, ഇതും ഒതുക്കി കൂടാൻ തീരുമാനിച്ചു അല്ലേ, എന്തായാലും ഡെക്കറേഷനൊക്കെ ഞങ്ങൾ ശരിയാക്കി തരാം, ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഇതെന്ത് ഉദ്ദേശം ചോദിക്കുന്നുണ്ട്. അതെന്ത് പണിക്കാരാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ, അപ്പോൾ പന്തലൊക്കെ ഇട്ട് ഇതാക്കാൻ തന്നെയാണ് നിങ്ങളുടെ ഉദ്ദേശം ചോദിക്കുന്നുണ്ട്. അത്ര പന്തലൊന്നുമില്ല, ഒരു ചെറിയ ഡെക്കറേഷൻ, ഒരു ചെറിയൊരു മണ്ഡപം, അത്രയേ ഉള്ളൂ, പിന്നെ അതൊക്കെ ഞാനായിട്ടല്ല അവർ തീരുമാനിച്ചത്, അത് അച്ഛമ്മയായിട്ടാണ്. അപ്പോൾ ഈ തള്ള അതിൻ്റെ സമാധാനം കളയുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താടാ അങ്ങനെയൊക്കെ പറയണത്, അച്ഛൻ പോലും അച്ഛമ്മയുടെ വാക്കിനെ ധിക്കരിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആൾ വലിയ സന്തോഷത്തിൽ അച്ഛമ്മ വരുന്നുണ്ട് എന്ന് പറയും. വരുമല്ലോ, ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വരുത്തുമല്ലോ, എനിക്കറിയാം ഇതൊക്കെ നിങ്ങൾ തമ്മിൽ രണ്ടാളുടെയും പ്ലാനാണെന്ന് പറയും. എൻ്റെ അപ്പുമോള് പറയുന്നുണ്ട്, ചെറിയച്ച ഇന്ന് കറങ്ങാൻ കൊണ്ടുപോകുമോ, അച്ഛനോട് പറഞ്ഞു ചെറിയച്ച കൊണ്ടുപോകുന്നു. അയ്യോ ചെറിയച്ചിൻ്റെ പണിയുണ്ടല്ലോ മോളെ എന്ന് പറയുന്നുണ്ട്. പിന്നെ വലിയ പണിയല്ലേ എന്ന് പറയുന്നുണ്ട്. വേദ അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ, ശ്രീജിയും കൂടിയിട്ട്. അപ്പോൾ കമലമ്മ ചിരിക്കുന്നുണ്ട്. ചെറിയച്ചൻ കൊണ്ടുപോകും മോളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ചെറിയ മീൻ വായോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ശ്രീജെടുത്തിയും വന്നോളൂ. അയ്യോ എൻ്റെ ചെറിയമ്മേ, ഈ ചെറിയമ്മയ്ക്ക് എന്താ ബൈക്കിൽ 3 ആൾക്കല്ലേ പോകാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട് അപ്പുമോള് കേട്ടോ. അപ്പോൾ ശ്രീജെടുത്തി പറഞ്ഞു, ഞങ്ങൾ വിഷേടിന് ഫ്രീ അല്ലേ, അപ്പോൾ പൊക്കോളാം, ഇപ്പം നിങ്ങൾ ചെല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപ്പുമോള് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടല്ലേ എന്നെ വീട്ടിൽ നിന്ന് കൊടുന്നത്, അപ്പോൾ പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് എന്നെ കറങ്ങാൻ പോകണം എന്ന് പറഞ്ഞിട്ട് 3 പേരും കൂടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അഭിലാഷിനാണ് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അഭിലാഷ് ഇവരുടെ ബാക്കിലുണ്ട്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ കാറിൽ വരുന്നുണ്ട്. എന്നിട്ട് വർഷയുടെ അച്ഛനെ വിളിച്ച് പറയുന്നുണ്ട്, ദേ അവൻ എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട്, കൂടെ വേദിയും ഒരു കുട്ടിയും കൂടി ഉണ്ടെന്ന് പറയും. അയ്യോ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, അവരുടെ മൂമെൻറ്റ്സൊക്കെ നോക്കിയിട്ട് തരം കിട്ടുമ്പോൾ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഭിലാഷ് ഇങ്ങനെ ഇവരുടെ പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു ബീച്ചിലെത്തിയിട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ അപ്പുമോള് ചോദിക്കുന്നുണ്ട്, ചെറിയച്ച നിങ്ങൾ എന്തിനാ വീണ്ടും കല്യാണം കഴിക്കണേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അമ്മ പറഞ്ഞല്ലോ 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ കല്യാണമാണെന്ന് എന്ന് പറയുന്നുണ്ട്. നിൻ്റെ അമ്മയ്ക്ക് ഭ്രാന്താ എന്ന് പറയുന്നുണ്ട്. എൻ്റെ അമ്മയ്ക്ക് വട്ടമൊന്നുമില്ല, അമ്മ പറഞ്ഞത് സത്യ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതാ പറയുന്നത്, എന്തിനാ കുട്ടികളോട് തോണ പറയണത്, അത് സത്യം മോളേന്ന്. അപ്പോൾ എന്തിനാ ചെറിയമ്മ വീണ്ടും കല്യാണം കഴിക്കണേന്ന്. അത് ആദ്യം ചെറിയമ്മ കല്യാണം കഴിക്കുമ്പോഴേ ഭയങ്കര തിരക്കായിരുന്നു, ഇത് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യാൻ മാതിരി പോകാനുള്ള പണി പോലെയായിരുന്നു ചെറിയച്ഛൻ കെട്ടിയിട്ടേ, അപ്പോൾ കുറേ നാൾ ജീവിക്കാനുള്ളതല്ലേ, അപ്പോൾ ഒന്നും കൂടി ശരിക്കും കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയും. അല്ലെങ്കിൽ ചെറിയമ്മ അല്ലെങ്കിലും പൊളിയാ എന്ന് പറയുന്നുണ്ട് കേട്ടോ.
അങ്ങനെ 2-3 പേരും കൂടി ബീച്ചിൽ കുറേ ഇങ്ങനെ കളിക്കണമൊക്കെ ഉണ്ട്, കണ്ണ് കെട്ടി കളിക്കലും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വേദ വീഴാൻ പോകുമ്പോൾ വിക്രം കയറി പിടിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അപ്പുമോൾ ഇങ്ങനെ ഒളിച്ച് നിൽക്കണതിൻ്റെ ഇടയ്ക്ക് അഭിലാഷ് വന്നിട്ട് ഹലോ എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പുമോൾക്ക് എന്തോ പന്തികേട് തോന്നി. അപ്പുമോൾ ചെറിയ ചാന്നും വിളിച്ചിട്ട് വിക്രമിൻ്റെ അടുത്തേക്ക് ഓടിച്ച് വന്നിട്ട് വിക്രമിനെ വിളിച്ചു കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാൻ നോക്കുമ്പോൾ ഇയാളെ കാണാനില്ല കേട്ടോ, അഭിലാഷിനെ കാണാനില്ല. അപ്പോൾ വിക്രം പറയേണ്ട അത് മോൾക്ക് വെറുതെ തോന്നിയതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 3 പേരും തിരിച്ചു വരികയാണ് കേട്ടോ. പകുതി എത്തിയപ്പോൾ നമ്മുടെ ശ്രീനി സാറ് വിളിക്കുന്നുണ്ട് വിക്രമിനെ. അപ്പോൾ എന്താ സാർ, ഉടനെ വരണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ വരണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേദനയോട് പറയും ഇവിടെ ഇറങ്ങുക എന്ന് പറയുന്നുണ്ട്. ഈ റൂട്ടിൽ നോക്കി, റൂട്ടിലല്ലേ കാട്ടിലൊന്നല്ലോ, ഇറങ്ങുക എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു നീ അപ്പുമോളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോക്കോ, എനിക്ക് അർജൻറ്റായിട്ട് പോകാണ്ട്. ഓ ശ്രീനി സാറിൻ്റെ വീട്ടിലേക്ക് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് നിന്നോട് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ എനിക്കറിയണമല്ലോ, വീട്ടിൽ ചോദിച്ചാൽ പറയാം എനിക്കൊരു മറുപടി വേണ്ടേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത് നമുക്ക് വീട്ടിലേക്ക് പോകാൻ വലിയ ചെറിയച്ച എന്ന് പറഞ്ഞിട്ട് അപ്പുമോൾ ചെറിയച്ചന് അർജൻറ്റ് ഉള്ളതുകൊണ്ടല്ലേ മോളെ എന്ന് പറയുന്നത്. എന്നാൽ വേഗം വരുമോ ചോദിച്ചു. വേഗം വരാം. എന്തിനാ കുട്ടിയോട് വെറുതെ എന്നാണ് പറയണത്, അത് കാത്തിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ വേദ. ചെറിയച്ചൻ വന്നിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ. കുട്ടി ഫുഡ് കഴിക്കേണ്ട കാത്തിരിക്കും എന്ന് പറയുന്നുണ്ട്. ഞാൻ വന്നോളാം, നിങ്ങൾ പോകുമെന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് 2 പേരും കയറ്റി വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലാണെങ്കിൽ കമലമ്മയും ശ്രീജയത്തിയും കൂടിയിട്ട് അടുത്ത വീട്ടിലെ ചേച്ചിയോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി പറയണത് എൻ്റെ കമലയെ നിങ്ങൾ നാട്ടുകാർ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും, ആദ്യത്തെ കല്യാണം വെറും കല്യാണമായിരുന്നെന്നോ കള്ളക്കല്യാണമായിരുന്നെന്നോ. നാട്ടുകാരെന്തിനാ ചേച്ചി അതൊക്കെ ചോദിക്കേണ്ട ആവശ്യം? ആദ്യം ഞങ്ങളുടെ മകൻ ഒരു കല്യാണം കഴിച്ചപ്പോൾ ഞങ്ങൾ അംഗീകരിച്ചു, പക്ഷേ കുട്ടിയുടെ വീട്ടുകാർക്ക് അത് അംഗീകരിക്കാൻ കുറച്ച് സമയം എടുത്തു. ഇപ്പോൾ അത് നടത്തണു, അല്ലാണ്ട് ഇപ്പം എന്താ കാര്യം അങ്ങനെ ചോദിച്ചാൽ പോരെ. നാട്ടുകാർക്ക് ക്ഷണിച്ച് കഴിഞ്ഞാൽ വന്നിട്ട് പോകേണ്ട ആവശ്യമല്ലേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തങ്കേർത്തി ചേച്ചി പറയണ അതല്ല ശരിയാണ്, നാട്ടുകാരല്ലോ അല്ലേ നിങ്ങൾക്ക് ചിലവ് തരുന്നത്. ഞങ്ങൾക്ക് നാട്ടുകാരല്ലേ ചിലവിന് തരുന്നത്, ഞങ്ങൾ നാട്ടുകാർക്ക് ചിലവിന് കൊടുക്കണില്ലേ. അപ്പോൾ പിന്നെ കാര്യം കഴിഞ്ഞില്ലേ, എന്നാൽ ശരി ഞാൻ പോട്ടെ എന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. തങ്കത്തിൻ്റെ വീടിൻ്റെ അവിടേക്ക് അപ്പടി മൊന്തിയൊക്കെയാണ് കേട്ടോ, ശ്രദ്ധിച്ച് പോക്കോ എന്നൊക്കെ പറയുന്നുണ്ട് കമലമ്മ. ചേച്ചി ശ്രീജയടുത്തിയും കൂടി ചിരിക്കുന്നുണ്ട് കേട്ടോ. പോണ സമയത്ത് നന്ദിനി എടുത്ത് വരുന്നുണ്ട്. തങ്കയെടുത്തി പോവാണോ ചോദിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യം സംസാരിച്ചിട്ട് നമുക്ക് എന്താ ഇപ്പോൾ ഉപകാരം, ഞാൻ പോട്ടെ എന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ വേദന കണ്ടു. മോള് നിങ്ങളിത് എവിടെ പോയിട്ടാണ് ചോദിച്ചു. ഞങ്ങൾ വെറുതെ ഒന്ന് ചുറ്റിയടിക്കാൻ പോയതാ. ഈ സമയത്തോ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട് പിന്നെ നട്ടുച്ചയ്ക്ക് ചുറ്റിയടിക്കാൻ പോകാൻ പറ്റുമോ. ശരി എന്നും പറഞ്ഞിട്ട് തങ്കയെടുത്തി പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയം വിക്രമിനെ ഫോളോ ചെയ്തിട്ട് അഭിലാഷ് വണ്ടി ഓടിച്ചു കൊണ്ട് അതിൽ വർഷയുടെ അച്ഛനും ശ്രീകാന്തും ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നേരം അങ്ങനെ ഫോളോ ചെയ്തപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഇതെവിടെ വെച്ചിട്ട് തീർക്കാനാണ്, കുറേ ഇല്ലായി പോകണമെന്ന് പറയുന്നുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് എപ്പോൾ വേണമെങ്കിൽ തീർക്കാം, പക്ഷേ വല്ല അന്വേഷണം വന്നാൽ സാറ് കൊടുക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് വരട്ടെ, CCTV ഇല്ലാത്ത ഏരിയ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മതി. അപ്പോൾ അഭിലാഷ് പറഞ്ഞു സാറിന് വിവരമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വിക്രമിൻ്റെ ബൈക്കിൻ്റെ ബാക്കിൽ പോയിട്ട് വണ്ടി തട്ടി വിക്രം തെറിച്ച് വീണിട്ടുണ്ട്. ഹെൽമെറ്റും പോയിട്ടുണ്ട്, തല മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ, അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അഭിലാഷ് ഇറങ്ങി, ഇവർ 3 പേര് ഇറങ്ങിയിട്ട് ചെന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ വർഷയുടെ അച്ഛൻ നോക്കിയപ്പോൾ ശ്വാസമുണ്ട്. അപ്പോഴേക്കും അഭിലാഷ് മറ്റേ വീശരിവാളും പോലത്തെ സാധനം എടുത്തിട്ട് വെട്ടാനായിട്ട് ഓങ്ങിയപ്പോൾ വർഷയുടെ അച്ഛൻ തടഞ്ഞു കേട്ടോ. അച്ഛൻ പറഞ്ഞു വേണ്ടാന്നാണ്. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു എന്തിനാ തടഞ്ഞേ, തീർക്കട്ടെ, എവിടെയെങ്കിലും ഏതെങ്കിലും ആൾക്കാർ വെട്ടി തീർത്തോളാന്ന് വിചാരിച്ചോളും ഗുണ്ടകളെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയണേ എന്നിട്ടോ വല്ല അന്വേഷണം വന്നാലോ, ഇവൻ കുടുങ്ങിക്കഴിഞ്ഞാൽ ഇവനിലൂടെ അന്വേഷണം നമ്മളിലേക്കും കുടുങ്ങും, നമ്മളിലേക്കും വ്യാപിക്കും. അതെ, കേരള പോലീസിൻ്റെ സൈബർ സെല്ലേ നിന്നെപ്പോലെ വെറും പോങ്ങന്മാരല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വർഷരാജൻ പറയണ്ടേ ഇനിയിപ്പോൾ എന്തായാലും ഈ വഴിക്ക് അധികാരം പോകാനുള്ള ചാൻസ് ഒന്നുമില്ല, ഇവിടെ കിടന്ന് ചോര വാർന്ന് ചത്തോളും എന്നും പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അവർ 3 പേരും പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം അങ്ങനെ അവിടെ കിടക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ, ബൈ.